ശ്രീ ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതിയേ നമ. ഓം ദുർഗാദേവിയേ നമോ നമ. ശ്രീമദ് ദേവി മഹാഭാഗവതം 1-ാം സ്കന്ധം 7-ാം അധ്യായം. വിഷ്ണുപ്രബോധം. സൂതൻ സത്തരാമവരെ കണ്ടു സർവതന്ത്രജ്ഞനാം വിധി സാമാദിയുദ്ധാന്തോപായമോരോന്നും പേർത്തുമോർക്കയായി. ശരിക്കിവർക്കെന്തു ബലമുണ്ടെന്നതറിയില്ല ഞാൻ. ബലമജ്ഞാതമാം നേരം യുദ്ധം മെച്ചവുമായി വരാ. ദുഷ്ടരാം മതമത്തന്മാരിവരെ സ്തുതി ചെയ്കിലോ. എൻ ദൗർബല്യത്തെ ഞാൻ തന്നെ കാണിക്കുന്നതുമായി വരും. അശക്തത തെളിഞ്ഞെന്നാൽ ഒറ്റയ്ക്കുമിവർ കൊന്നിടും. അയോഗ്യം താൻ ദാനമിങ്ങു ഭേദം ചെയ്വതുമെങ്ങിനെ. ശേഷൻ തന്മേൽ പള്ളി കൊള്ളും ഈ വിഷ്ണുവയുണർത്തുവൻ. ചതുർഭുജൻ മഹാവീരനിവനാർത്തികൾ തീർത്തിടും. ഉള്ളിലിങ്ങനെ ചിന്തിച്ചു പത്മനാളം ഗമിച്ചജൻ. ദുഃഖം കെടുക്കും ശ്രീവിഷ്ണു തന്നെ ശരണമാക്കിനാൻ. അനക്കമെന്നിയെ യോഗനിദ്ര കൊള്ളും ജഗന്മയൻ. ശ്രീനാരായണനെ ബോധം വരുത്തുവാൻ വിധി വാഴ്ത്തിനാൻ. ബ്രഹ്മാവ് ദീനനാഥ ഹരേ വിഷ്ണു സർവവാസ ജഗത്പദേ. ഉണർന്നെണീക്ക ഭവാർത്തിഹര വാമനാമാപദേ. ആർക്കും തിട്ടപ്പെടുത്താനാവാതെ ഏതിനുള്ളിലായി വാഴും ചക്രഗദാഹസ്ത ദുഷ്ടനാശ മഹാവ്രത. സർവജ്ഞ സർവലോകേശ സർവശക്ത സുരേശ്വര. എണീറ്റാലും കാത്താലും അഴൽ തീർത്തു നീ. വിശ്വംഭര വിശാലാക്ഷ പുണ്യശ്രവണ കീർത്തന. ജഗദ്യോനേ നിരാകാര സൃഷ്ടിസ്ഥിത്യന്തകാരക. മതം ചീർത്തുള്ളൊരി ദൈത്യർ കൊല്ലുവാൻ തയ്യാറെടുത്തിതാ. നിൽക്കയാണി സങ്കടം നീ അറിയുന്നില്ലയോ പ്രഭോ. ആർത്തനായി നിൻകാൽ പിടിച്ചോരെന്നെ നീ കൈവെടിഞ്ഞിടിൽ. പാലകൻ ഹരിയിപ്പേരിൻ അടിത്തറ തെറിച്ചു പോം. യോഗനിദ്രയ്ക്കടിപ്പെട്ടു പോകയാലീ സ്തവങ്ങളാൽ. ഉണർന്നതേയില്ല ഹരി തഥാ ചിന്തിച്ചു പത്മജൻ. നിദ്ര കൊള്ളുകയാം വിഷ്ണു നൂനം ശക്തിക്കധീനനായി. ഉണരില്ലിതുകൊണ്ടൊന്നും ചെയ്വതെന്താർത്തനാമിവൻ. മതോദ്ധതന്മാരിദൈത്യന്മാരോ കൊല്ലാനണഞ്ഞവർ. ചെയ്വതെന്തെങ്ങു പോവേണ്ടു ഗതിയാരുണ്ടെനിക്കിനി. ഉള്ളാലേവം നിരൂപിച്ചിട്ടൊടുക്കം ദൃഢചിത്തനായി. ഏകാഗ്രഭാവം കൈക്കൊണ്ടു വാഴ്ത്തിനാൻ യോഗനിദ്രയെ. അനക്കം കൂടിയില്ലാതെ വിഷ്ണുവെ ബോധഹീനനായി. തീർത്തൊരശക്തി താൻ എന്നെ രക്ഷിക്കാൻ ശക്തയായി വരും. അറിയുന്നില്ല ശബ്ദാദി ഗുണങ്ങളെ മരിച്ചവർ. ഔവണ്ണമറിയുന്നില്ല ഹരിയും നിദ്ര കൊള്ളുകയാൽ. ഓർപ്പൂ ഞാൻ എത്ര വാഴ്ത്തിയിട്ടും വിഷ്ണുവിങ്ങുണരായ്കയാൽ. ഇവൻ വശത്തല്ല നിദ്ര, നിദ്രതൻ വശമിന്നിവൻ. ആർക്കധീനനായി നിൽപ്പതവൻ തൽക്കിങ്കരൻ സദാ. അതിനാലീ യോഗനിദ്ര വിഷ്ണുവിൻ്റെയുമീശ്വരി. ലക്ഷ്മീവശൻ ശ്രീഹരിയെ കൂടി തൻ വശമാക്കിയോൾ. ഇവൾ മുപ്പാരുമിദ്ദേവിക്കധീനം തന്നെ നിശ്ചയം. വിഷ്ണുവും ശംഭുവും ഞാനും രമപാർവതി വാണിയും. ഏവരും തദധീനന്മാരത്രേ സന്ദേഹമില്ലതിൽ.
ആർക്കധീനപ്പെട്ടു വിഷ്ണു കൂടി പ്രാകൃതനെന്ന പോൽ കിടപ്പു പിന്നെ മറ്റുള്ള മാന്യർ തൻ കഥയെന്തുവാൻ. സ്വാതന്ത്ര്യമാരേകിയാലീ നിത്യനാം വിഷ്ണു തൽക്ഷണം പോരിന്നിറങ്ങുമാ യോഗനിദ്രയെ താൻ സ്തുതിക്കുവൻ എന്നു പേർത്തും നിശ്ചയിച്ച പത്മനാളസ്ഥനാം വിധി വിഷ്ണുദേഹത്തിങ്കൽ നിൽക്കും യോഗനിദ്രയെ വാഴ്ത്തിനാൻ. ബ്രഹ്മാവ് ആ നിദ്രതൻ വശകനാക്കിയതിജ്ജഗത്തിൻ ഒക്കെ പ്രബോധമരുളും ഹരിയേയുമിപ്പോൾ. ആ നീ ജഗത്തിനു കാരണമമ്പ വേദവാക്യങ്ങളാലിവനുമിങ്ങിതറിഞ്ഞു ദേവി. ആരെന്തറിഞ്ഞതിഹ നിർഗുണ നിന്റെ മോഹ ലീലാവിലാസമഖിലാന്തരവാസഗേഹേ. ഞാനോ വിമൂഢ ഇഹ വിജ്ഞരിൽ വിജ്ഞനാമി ശ്രീവിഷ്ണു കൂടിയിതുമട്ടവശം കിടപ്പു. സാഖ്യോക്തിയിൽ പ്രകൃതി വിശ്വവിധാത്രിയും ചൈതന്യഹീന പുരുഷാഖ്യയുമങ്ങു തന്നെ. നീ എന്നിട്ടുമങ്ങയൊടു ചേർന്ന മുരാരി കൂടി ചൈതന്യമറ്റവശമെന്തിവിടെ കിടക്കാൻ. നീ രൂപമാർന്നു പലതിങ്ങു നടിച്ചിടുന്നു നിൻ കർമ്മവൈഭവമറിഞ്ഞവനാരൊരുത്തൻ. ധ്യാനിപ്പൂ നിൻ ഗുണഗണം മുനിമാർനിതാന്തം സന്ധ്യേതി നാമമവിടേക്കരുളിത്രികാലം. നീ ബുദ്ധിബോധമുലകിന്നു സദാ കൊടുപ്പോൾ ശ്രീനീസുരർക്കു സതതം സുഖമേകുവോൾ നീ. നീ കീർത്തി ബുദ്ധിയെഴുവോർക്കിഹ കാന്തിയും നീ. നീ ശ്രദ്ധ തന്നെ രതിനീ ഭുവനത്തിലൊക്കെ. നീ താൻ ജഗജ്ജനനിയെന്നതു സത്യമത്രേ. നിദ്രാലുവായ ശ്രീഹരി തന്നെയിതെന്നു സാക്ഷ്യം. കിട്ടില്ലിതിൽ പരമൊരുത്തമമാം പ്രമാണം. ദുഃഖാർത്തനാമിവനു തർക്കശതങ്ങളാലും. ദുർഭാവ്യവേദമറിവോർക്കതുപോൽ ശ്രുതിക്കും ദുർജ്ഞേയ തന്നെ നിഖിലാർത്ഥതയാലുമേനി. വേദങ്ങൾ തന്നെ ജനിയാർന്നതു നിന്നിൽ നിന്നാണി കാൺമതൊക്കെ വിശദം തവ കാര്യമത്രേ. ആർ നിൻ ചരിത്രമറിയും മതിമാൻ ഹരിക്കും ആവില്ലെനിക്കും ശിവനും സുരരിങ്കലാർക്കും. എൻ പുത്രരും കഴിവെഴാത്തവർ താൻ യതീന്ദ്രന്മാരും ത്വദീയ മഹിമാവിതവർണ്ണനീയം. യജ്ഞങ്ങൾ ചെയ്യുമളവാഹൂതിയിങ്കൽ നിൻ പേർ സ്വാഹേതി വേദമറിവോരുര ചെയ്തിടായിൽ. പ്രാപിക്കയില്ല സതതം മഖഭാഗധേയം വിണ്ണോരവർക്കുമിഹ വൃത്തിത നീയൊരുത്തി. രക്ഷിച്ചു നീയസുരഭീതിയിൽ നിന്നു പൂർവ കൽപ്പത്തിലെന്നെയതുപോലഖിലേശ്വരി. ഇന്നും രക്ഷിക്ക കൈഢഭനെയമ്മതുവൊത്തു കണ്ടു പേടിച്ചു നിന്നെ വരദേ ശരണം ഗമിച്ചേൻ. എന്നാദിയിന്നിതറിയുന്നതുമില്ല വിഷ്ണു നിന്നാലിവൻ വിവശനായി വടിപോൽ കിടപ്പു. മോചിക്കുകീ ഹരിയെ നീ അഥവാ ഹനിക്ക് ദൈത്യേന്ദ്രരെ തവ ഹിതാനുസൃതം നടത്തൂ. നിൻ വൈഭവം പരമമൊട്ടറിയാത്തൊരാമൂഢാത്മാക്കളെ ഹരിഹരാദികളെ ഭജിക്കൂ. ഞാനിന്നറിഞ്ഞു സുതരാം വിവശം കിടപ്പു ശ്രീവിഷ്ണു കൂടിയിതു താൻ പ്രകടം പ്രമാണം.
നിൻ ശക്തിയാൽ അവശനാം പതിയെ പ്രബോധിപ്പിക്കാനശക്തിഹ സിന്ധുജയും മഹേശി. നീ താൻ പരം വിവശയാക്കിയുറക്കി വിട്ടോദാർമങ്കയെയും മിവനങ്ങനെ നന്നിടുന്നു. നീ കാമധേനു നിഖിലാംബികയെന്നറിഞ്ഞു മറ്റേതു ദേവഭജനങ്ങളെയും വെടിഞ്ഞു. ത്വത്പാദഭക്തിയൊടു നിൻ സകളസ്വരൂപ ധ്യാനത്തിൽ മുങ്ങിയമരുന്നവർ തന്നെ ധന്യർ. ധീകാന്തി കീർത്തി ശുഭവൃത്തി ഗുണാദിയാം നിൻ നാനാഗുണങ്ങളിഹ വിഷ്ണുവെ വിട്ടുവെന്നോ. മാനപ്രധാനതനയാം തവ ശക്തിയാകും ആ നിദ്രയാൽ ഹരിയുമിന്നിഹ ബന്ധനസ്ഥൻ. നീ ശക്തി താനുലകുകൾക്കഖില പ്രഭാവേ നിൻ സൃഷ്ടിയാമിതഖിലം തവ ഭാവമാത്രം. ആടുന്നു നിന്റെ കൃതിയാകിന മോഹജാല നാട്യങ്ങൾ നീ സുകൃതി താൻ നടനെന്ന പോലെ. സൃഷ്ടിച്ചു വിഷ്ണുവയുഗാദിയിലാദ്യമായി നീ പാലിപ്പതിന്നമലശക്തിയെയും കൊടുത്തു. രക്ഷിച്ചു വാണിതവനിന്നവശത്വവും നീ നൽകുന്നു നിന്റെ ഹിതമേതതു ചെയ്വു നീയും. മൗനം വെടിഞ്ഞു കനിവേകുക എന്നെ ഏവം സൃഷ്ടിച്ചു കൊല്ലുവതിനല്ല തവേച്ഛയെങ്കിൽ. ഇക്കാലരൂപരെ വെളിക്കു വരുത്തി എന്നെ അമ്മേ ഹസിക്കുവതിനോ തവ വാഞ്ചയിപ്പോൾ. ജ്ഞാതം ത്വദീയ ചരിതം ബഹുചിത്രമിപ്പാരാകെ ചമച്ചു മനമൊത്ത പടിക്കളിച്ചു. നീ സംഹരിപ്പു സകലം തവ വാഞ്ചയെന്നെ കൊല്ലാനുമേവമതിലദ്ഭുതമില്ലതെല്ലും. കൊന്നാലുമമ്പ മരണത്തിലെനിക്കു ദുഃഖം എന്നാലുമില്ല ജഗദംബികയായ നിന്നാൽ. കർത്താവിധിപ്രതിതനാമിവനിന്നു ദൈത്യന്മാരാൽ മരിക്കിലപകീർത്തികരിഷ്ടമല്ലി. നിന്നദ്ഭുതാകൃതി ധരിച്ചെഴുന്നേൽക്ക ബാലലീലേ ഹനിക്കുകിവനെ ധനുജേന്ദ്രരെയോ. അല്ലെങ്കിൽ വിഷ്ണുവെയുണർത്തുക ദൈത്യരെ കൊന്നിടാൻ സമസ്തമവിടേക്കു സുസാധ്യമല്ലോ. സുതൻ ഏവം വേദസിനാൽ വാഴ്ത്തപ്പെട്ടൊരദ്ദേവി താമസി വിഷ്ണുദേഹം വെടിഞ്ഞാശു നിന്നാൾ പാർശ്വത്തിലായ്തഥാ. അതുല്യ തേജോനിധിയാം വിഷ്ണുവിന്നംഗമൊക്കെയും വിട്ടു നിന്നാൾ യോഗനിദ്ര ദൈത്യനാശം വരുത്തുവാൻ. ജനാർദ്ദനൻ തന്മെയ്യൊട്ടൊന്നനങ്ങാനായി തുടങ്ങവേ ബ്രഹ്മാവതീക്ഷിച്ചത്യന്തം ആനന്ദം പൂണ്ടു തൽക്ഷണം. 7-ാം അധ്യായം സമാപ്തം. അമ്മേ നാരായണ.